എന്റെ അമ്മ തിരക്കെന്ന് പറഞ്ഞാലും നമ്മൾ മലയാളികൾ 50% ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ വിടുമല്ലോ. അപ്പൊ ഞാനുണ്ടോ വിടുന്നത്, ഞാനും വിട്ടു നമ്മുടെ വൈമാളി. അവിടെയാണ് ഈ പൂരത്തിനുള്ള ആൾക്കാർ. നേരെ തന്നെ ചെന്ന് കണ്ടത് എയർ ഫ്രയർ ആണ്. വാങ്ങണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു, വേണ്ടെന്ന് തന്നെ വെച്ചു. പിന്നെ എന്റെ കണ്ണ് നേരെ അടക്കിയത് നമ്മുടെ iPhone 16 അവിടുന്ന് നേരെ താഴേക്ക് ഇറങ്ങി. പിന്നെ ഈ ബെഡ്ഷീറ്റിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്താൻ പറ്റുന്നുണ്ട്. ഈ ആൾക്കാരെ തട്ടിമുട്ടി എല്ലാ ഐറ്റംസിനൊന്നും 50% ഓഫ് ഒന്നും ഇല്ല കേട്ടോ, സെലക്ട് ഐറ്റംസിന് മാത്രമാണ്. പിന്നെ ഈ ആളുകൾ അസംബ്ലിക്ക് നിൽക്കണ പോലെ നിൽക്കുന്നത് ബില്ലിടാനാണ്. ഒരു ചേച്ചിയുടെ ട്രോളി നോക്കിയപ്പോൾ ഫുള്ള് വെളിച്ചെണ്ണ കേട്ടോ. പിന്നെ ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് വെളിച്ചെണ്ണയ്ക്ക് നല്ല വില കൂടിയെന്ന്. അവിടെ ചെന്നപ്പോൾ തൊട്ട് പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോക്കിയപ്പോഴാണ് ഈ പിള്ളേരൊക്കെ ഇരുന്ന് പാടുന്നത്. പിള്ളേരുടെ പാട്ട് കണ്ട് തിരിഞ്ഞപ്പോഴുണ്ടാ നീലുട്ടൻ കടലിൽ ഇടിച്ചത്. ഇവരെ മനസ്സിലായില്ല, ഇവർ കണ്ടില്ല 5 പാക്കറ്റ് ആശീർവാദം എടുത്തിട്ടുണ്ട്. ആശീർവാദത്തിനൊക്കെ നല്ല ഓഫർ ഉണ്ട്. പിന്നെ ഫിഷിന്റെ അവിടെയൊക്കെ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കിയൊന്നുമില്ല. എന്റെ മെയിൻ കണ്ണി ഫുഡിന്റെ അവിടേക്കാണല്ലോ. ഫുഡിന് നമ്മുടെ ചെട്ടിനാട് ബിരിയാണിക്ക് നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പപ്സും സാധനങ്ങൾ. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ ഷവർമ്മയ്ക്ക് നല്ല ഓഫർ. വാങ്ങിച്ചൊന്നും ഇല്ലാട്ടോ, വെറുതെ നോക്കി. ഈ ഡിറ്റർജന്റിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഇത് രണ്ടും നമുക്കല്ലേ. അമ്മ എന്തോ അവാർഡ് കിട്ടിയ പോലെയാണ് ഈ ജ്യൂസ് കുപ്പി പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ട്രോളിലുള്ള എല്ലാ ഐറ്റംസ് നമുക്കല്ല കേട്ടോ, 3 വീട്ടിലേക്കുള്ളതാണ് ഇതൊക്കെ. ബില്ലിന്റെ സെക്ഷനിലാണ് കേട്ടോ ഏറ്റവും തിരക്ക്. അവസാനം നമ്മളും ബില്ല് ഇട്ടോ. പിന്നെ ഞാൻ നേരെ പോയത് ലുലു ഫാഷനിലേക്കാണ്. അവിടെ ഈ ഡ്രസ്സ് കുന്നുകൂടി എടുക്കണോണ്ടപ്പോൾ തന്നെ മൂഡ് പോയി. ഇന്നും കൂടി ഉള്ള ഓഫർ.